കേരളത്തിലെ ഒരു മുൻ മന്ത്രിക്കെതിരെ ഗുരുതരമായ ആരോപണം ഉയർന്നിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് ഇ ഡിക്ക് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ഒരു ആൾ പരാതി നൽകിയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഈ മുൻ മന്ത്രിക്ക് നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായിട്ട് വളരെ അടുത്ത് ബന്ധമുണ്ടെന്നും സാമ്പത്തിക ഇടപാടുകളുണ്ടെന്നും ഒക്കെയാണ് പരാതിയിൽ പറയുന്നത്. ഇത് മുൻ തുറമുഖ വകുപ്പ് മന്ത്രിയും INL സംസ്ഥാന അധ്യക്ഷനുമായ അഹമ്മദ് ദേവർ കോവിലിനെതിരെയാണ് പരാതി. അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയുടെ യുവജന വിഭാഗമായ നാഷണൽ യൂത്ത് ലീഗ് NYL അതിൻ്റെ മുൻ നേതാവ് ഷമീർ പയ്യനങ്ങാടിയാണ് ഇത് സംബന്ധിച്ച് പരാതി കോഴിക്കോട് ED സോണൽ ഓഫീസിന് നൽകിയിരിക്കുന്നത്. പരാതിയുടെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം. എന്തായാലും ഈ ഷമീർ പയ്യനങ്ങാടിയുടെ പരാതി ED വളരെ ഗൗരവത്തിലാണ് കാണുന്നത് എന്ന സൂചനയാണ് ലഭിച്ചിരിക്കുന്നത്. ഈ അഹമ്മദ് ദേവർ കോവിൽ നേരത്തെ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്നു. അതായത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആദ്യത്തെ 2.5 വർഷം അദ്ദേഹം തുറമുഖ വകുപ്പ് നന്നായി കൈകാര്യം ചെയ്ത ആളാണ്. വാസ്തവത്തിൽ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം ഇന്ന് കാണുന്ന ആ തലത്തിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലും നേതൃത്വത്തിലുമാണ് എന്ന് പരക്കെ അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, അഹമ്മദ് ദേവർകോവിൽ പൊതുവെ വിവാദങ്ങളിലൊന്നും പെടാതെ വളരെ ഒതുങ്ങി ഒരു ഓരം ചേർന്ന് പോയ മന്ത്രിയായിരുന്നു. INL എന്ന പാർട്ടി മുസ്ലിം ലീഗിൽ നിന്ന്, അതായത് അയോധ്യ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി മുസ്ലിം ലീഗ് വിട്ടുവന്ന, മുസ്ലിം ലീഗിന് തീവ്രത പോരാ, കോൺഗ്രസിനെ വരച്ച വരയിൽ നിർത്താനുള്ള കഴിവ് മുസ്ലിം ലീഗിനില്ല എന്നൊക്കെ പറഞ്ഞ് മുസ്ലിം ലീഗ് വിട്ടുവന്ന ചില ആൾക്കാർ ചേർന്ന് രൂപീകരിച്ചതാണ് ഇന്ത്യൻ നാഷണൽ ലീഗ്. ആ ഇന്ത്യൻ നാഷണൽ ലീഗിൻ്റെ ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ് മുൻ മന്ത്രി കൂടിയായ ശ്രീ അഹമ്മദ് ദേവർ കോവിൽ. ഈ പരാതിയിൽ പറയുന്ന അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കാം. അതായത് ഈ നിരോധിത സംഘടനയായ PFIയുമായിട്ട് അഹമ്മദ് ദേവർ കോവിലിന് മാത്രമല്ല ബന്ധം. ഈ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി കാസിം, അതുപോലെ ദേശീയ പ്രസിഡന്റ് മുഹമ്മദ്, ഈ 2 പേർക്കും നിരോധിത മത ഭീകര സംഘടനയുമായിട്ട് ബന്ധമുണ്ട് എന്നാണ് ഷമീർ പയ്യനങ്ങാടി പരാതിയിൽ ആരോപിക്കുന്നത്. അതുപോലെ തന്നെ ഈ പാർട്ടി ഓഫീസിന് വേണ്ടി, ഇവരുടെ പാർട്ടിക്ക് ഒരു ഓഫീസ് നിർമ്മിക്കുന്നതിന് വേണ്ടി വ്യാപകമായ പണപ്പിരിവ് നടത്തി. ഈ പണം പാർട്ടി ഓഫീസ് നിർമ്മിക്കാൻ ചെലവഴിക്കാതെ അടിച്ചു മാറ്റി ബിനാമി ഇടപാടുകളിലൂടെ ഇത്, അതായത് ഹവാല പണം ആക്കി മാറ്റി ഇത് ഒമാനിലെത്തിച്ചു, അവിടെ ബിനാമി പേരുകളിൽ നിക്ഷേപിച്ചു എന്നാണ് ഷമീർ പയ്യനങ്ങാടി ആരോപിക്കുന്നത്. വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. കാരണം ഒരു വിദേശ രാജ്യത്തെ കൂടി ഭാരതവുമായിട്ട് മികച്ച നയതന്ത്ര ബന്ധം പുലർത്തുന്ന, വ്യാപാര ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ് ഒമാൻ. GCCയിലെ അംഗമാണ്. 6 രാഷ്ട്രങ്ങളിൽ ഒരു രാഷ്ട്രമാണ്. വലിയ രീതിയിൽ നമ്മളുമായിട്ട് നല്ല സൗഹൃദം പുലർത്തുന്ന ഒരു രാഷ്ട്രത്തെ കൂടി ഈ ഒരു പരാതിയുടെ ഭാഗമായി ആരോപണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ ഒമാനിൽ ബിനാമി പേരുകളിൽ ഇവിടെ നടത്തിയ, അതായത് ഇവിടെ പിരിച്ചെടുത്ത പണം, ഓഫീസ് നിർമ്മിക്കാൻ എന്ന പേരിൽ പിരിച്ചെടുത്ത പണം വകമാറ്റി മറ്റ് പല രീതികളിലും നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെ ഒമാനിലെത്തിച്ച് അവിടെ ബിനാമി പേരുകളിൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്നാണ് ആരോപണം. ചെറിയ ആരോപണമല്ല. അതുപോലെ തന്നെ 2.5 വർഷത്തോളം മന്ത്രിയായിരുന്ന ഡോക്ടർ അഹമ്മദ് ദേവർ കോവിൽ നിരവധി അഴിമതികൾ നടത്തിയിട്ടുണ്ട് എന്നും ഷമീർ പയ്യനങ്ങാടി ആരോപിക്കുന്നു. കടുത്ത സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട്. ഇതേക്കുറിച്ചെല്ലാം അന്വേഷിക്കണം, അതിൻ്റെ എല്ലാം തെളിവുകൾ ഈ പരാതിയോടൊപ്പം നൽകുന്നു എന്നാണ് ഷമീർ പയ്യനങ്ങാടി പറയുന്നത്. ഒരു വിഷയം, അതായത് ഒരു അഴിമതി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് PSC മെമ്പറാകാൻ വേണ്ടിയിട്ട് സമദ് എന്ന വ്യക്തിയിൽ നിന്ന് 40 ലക്ഷം രൂപ അഹമ്മദ് ദേവർ കോവിൽ വാങ്ങി എന്നാണ് ഷമീർ പയ്യനങ്ങാടി ആരോപിക്കുന്നത്. ഇതിൽ എത്ര വാസ്തവമുണ്ട്, എത്ര സത്യമുണ്ട് എന്ന് നമുക്കറിയില്ല. കാരണം ഈ ഷമീർ പയ്യനങ്ങാടി നേരത്തെ
നാഷണൽ യൂത്ത് ലീഗിൻ്റെ, അതായത് INL-ൻ്റെ യുവജന വിഭാഗമായ നാഷണൽ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. പിന്നീട് അദ്ദേഹം തെറ്റിപ്പോവുകയായിരുന്നു. അഹമ്മദ് ദേവർകോവിലുമായിട്ട് പാർട്ടിയിലെ മറ്റ് നേതാക്കളുമായിട്ട് അസ്വാരസ്യങ്ങളുണ്ടാകുകയും ഒരു തർക്കമുണ്ടാകുകയും അതിനെ തുടർന്ന് ഷമീർ പയ്യനങ്ങാടി ഈ നാഷണൽ യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് പുറത്തുപോയി. തൻ്റെ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ ഒരു രാഷ്ട്രീയ പകപോക്കലാണോ ഈ ആരോപണം എന്ന് വേണമെങ്കിൽ സംശയിക്കാം. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഇത്ര വ്യക്തമായി പേരെടുത്ത് പറഞ്ഞ് പരാതി കൊടുക്കണമെങ്കിൽ ആ പരാതിയിൽ എന്തെങ്കിലും കഴമ്പുണ്ടാകും എന്ന് തന്നെ നമുക്ക് കരുതാം. കാരണം അല്ലാത്ത പക്ഷം ഈ വ്യക്തിക്കെതിരെ വലിയ കേസുകൾ വരാൻ സാധ്യതയുണ്ട്. മാനനഷ്ട കേസ് ഉൾപ്പെടെ വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തെളിവുകളില്ലാതെ ഷമീർ പയ്യനങ്ങാടി ഇങ്ങനെയൊരു ആരോപണം ഉന്നയിക്കും എന്ന് കരുതാൻ കഴിയില്ല. ഇനി ഷമീർ പയ്യനങ്ങാടി തന്നെ പറയുന്നത് താൻ പാർട്ടിക്കുള്ളിൽ ഇതൊക്കെ ഉന്നയിച്ചു, ഇതൊക്കെ ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി, അപ്പോൾ തനിക്കെതിരെ സംഘം ചേർന്ന് ആക്രമണമുണ്ടായി എന്നാണ് ഷമീർ പയ്യനങ്ങാടി ആരോപിക്കുന്നത്. അതിനെ തുടർന്ന് താൻ പാർട്ടി വിട്ട് പുറത്തു വരികയായിരുന്നു. അങ്ങനെ പുറത്തു വന്ന ഷമീർ പയ്യനങ്ങാടിയെ CPM 2025 ഫെബ്രുവരി മാസത്തിൽ അംഗത്വം കൊടുത്ത് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. അന്ന് മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിരുന്ന VP അനിലാണ് ഷമീർ പയ്യനങ്ങാടിയെ സ്വീകരിച്ചത്. എന്നാൽ INL ഇതിൽ ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. തങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ഒരാളിനെ, അതായത് ഘടകകക്ഷിയുടെ പോഷക സംഘടന അല്ലെങ്കിൽ യുവജന വിഭാഗത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന ആളിനെ ഇത്തരത്തിൽ മുന്നണിയെ നയിക്കുന്ന CPM തന്നെ അംഗത്വം കൊടുത്ത് പാർട്ടിയിലേക്ക് എടുത്തത് തികച്ചും തെറ്റാണ്, അത് ശരിയല്ല, അത് മുന്നണി മര്യാദകൾക്ക് എതിരാണ്, വിപരീതമാണ് എന്നൊക്കെ INL ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ CPM അതിനൊന്നും വലിയ വില കൊടുത്തില്ല. ഇപ്പോൾ മാത്രമല്ല, ഈ ഷമീർ പയ്യനങ്ങാടി ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിച്ചിട്ടും ഈ വിഷയത്തിൽ CPM ഒരക്ഷരം പോലും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇവിടെ ഉയരുന്ന ഒരു ചോദ്യം, അഹമ്മദ് ദേവർകോവിലിനെ ലക്ഷ്യം വയ്ക്കുന്നത് ആരാണ്? ഷമീർ പയ്യനങ്ങാടിയാണോ അതോ CPM ആണോ? CPM-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ INL പോലെയുള്ള ചെറിയ കക്ഷികൾ, ഈ INL എന്ന കക്ഷി എല്ലാ കാലത്തും CPM-നെ പിന്തുണച്ചിരുന്നു, പക്ഷേ അവരെ മുന്നണിയിലേക്ക് എടുത്തിരുന്നില്ല. 2021 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ്, അതായത് ഒരു പതിറ്റാണ്ടിലധികമായിട്ട് INL മുന്നണി പ്രവേശനം എന്ന ആവശ്യം ഉന്നയിച്ച് CPM-ൻ്റെ പുറകെ നടക്കുകയായിരുന്നു. ഒടുവിൽ 2021 തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് INL-നെ മുന്നണിയിൽ ഉൾപ്പെടുത്താൻ CPM തയ്യാറായത്. അന്ന് തന്നെ CPM-നുള്ളിൽ ഇതേക്കുറിച്ച് ചില എതിർപ്പുകൾ ഉയർന്നിരുന്നു. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ INL-ന് മുന്നണി പ്രവേശനം ഉറപ്പാക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതിഗതികൾ മാറി. തുടർഭരണം എന്നത് ഒരു സ്വപ്നം മാത്രമായി CPM-ന് മുന്നിൽ അവശേഷിക്കുന്നു. വലിയ രീതിയിൽ CPM പ്രതിരോധത്തിലാണ്. ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, വലിയ രീതിയിൽ ന്യൂനപക്ഷ പ്രീണനം, പ്രത്യേകിച്ചും മുസ്ലിം പ്രീണനം നടത്തി എന്നുള്ളതാണ് CPM-നെതിരെ ഉയരുന്ന ഏറ്റവും വലിയ ജനരോഷത്തിൻ്റെ കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. ഇങ്ങനെയെല്ലാം ഉള്ള സാഹചര്യം മുന്നിൽ നിർത്തി CPM അതിശക്തമായിട്ട്, അതായത് അവരുടെ എക്കാലത്തെയും വലിയ വോട്ട് ബാങ്കായിരുന്ന ഈഴവ വോട്ടുകൾ CPM-ൽ നിന്ന് അകന്നുപോയി, അത് BJPക്ക് ലഭിച്ചു എന്ന സത്യം CPM തിരിച്ചറിഞ്ഞതു മുതൽ അത് തിരികെ പിടിക്കാൻ വേണ്ടിയിട്ട് വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് മുസ്ലിം ലീഗിനെ കടന്നാക്രമിക്കുകയും ജമാഅത്തെ ഇസ്ലാമി ബന്ധം ആരോപിച്ച് മുസ്ലിം ലീഗിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് കേരളത്തെ വർഗീയതയുടെ വിളനിലമാക്കാൻ അനുവദിക്കില്ലെന്നും ഇവിടെ മതനിരപേക്ഷത പുലരണമെങ്കിൽ CPM-നെ ജയിപ്പിക്കണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് തരാതരം പോലെ ഭൂരിപക്ഷത്തെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു നിലപാടിലേക്ക് CPM എത്തിച്ചേർന്നത്. നമുക്കറിയാം,
വെള്ളാപ്പള്ളി നടേശന് ഉറച്ച പിന്തുണയാണ് CPM കൊടുക്കുന്നത്. അതിലൂടെ കൃത്യമായിട്ടും ഈഴവ വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിൽ വീഴുമെന്ന് CPM കണക്ക് കൂട്ടുന്നു. ആ കണക്കുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം മാത്രമേ നമുക്ക് വിലയിരുത്താനാവുള്ളൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ കണക്കുകളെല്ലാം പിഴച്ചു. അത്തരത്തിൽ ഈ പറയുന്ന ഈഴവ സമുദായത്തിൻ്റെ വോട്ട് കാര്യമായിട്ട് CPMന് ലഭിച്ചില്ല എന്ന് തന്നെ വ്യക്തമാണ്. കണക്കുകൾ അത് കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ INLനെ മുന്നണിയിൽ നിന്ന് ഒഴിവാക്കി ഒരു വർഗീയ കക്ഷിയുമായിട്ടും തങ്ങൾക്ക് ബന്ധമില്ല എന്ന് തെളിയിക്കാനുള്ള CPMൻ്റെ തന്നെ ഒരു അടവ് നയമാണോ ഇത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു മുൻ INLകാരനെ, INLൻ്റെ യുവജന വിഭാഗം സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന വ്യക്തിയെ കൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ പറയിക്കുമ്പോൾ അതിന് സാധുത കൂടുതലുണ്ട്. അതിന് ജനങ്ങളുടെ സമ്മതി കൂടുതൽ കിട്ടും. അത് പൊതുസമൂഹത്തിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടും. ഇങ്ങനെയെല്ലാം ഉള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് INLനെ മുന്നണിയിൽ നിന്ന് മാറ്റി നിർത്താനായിരിക്കും CPMൻ്റെ ശ്രമം എന്നുകൂടി നമ്മൾ ഈ ഒരു പരാതിയുടെ പിന്നിൽ അതിൻ്റെ വരികൾ വായിക്കുമ്പോൾ ആ വരികൾക്കിടയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഒരു CPM മന്ത്രിസഭയിലെ ഒരു മുൻ മന്ത്രിക്കെതിരെ ഇത്രയും കടുത്ത, അതായത് നിരോധിത മതഭീകര സംഘടനയുമായിട്ട് ബന്ധമുണ്ട് എന്ന ഏറ്റവും കടുത്ത ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി ED ആണ് ഈ കാര്യത്തിൽ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കേണ്ടത്. ഈ പരാതി ED വേണ്ടും വണ്ണം അന്വേഷിക്കുമോ എന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.